മോനെ, നീ അവത്തി എന്ന് പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്നുവെച്ചാൽ ആകാശത്ത് നിന്ന് വരുന്ന ആളുകൾ എന്നാണ് അർത്ഥം. നീ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടല്ലോ. ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? എനിക്ക് മാത്രമല്ല, എൻ്റെ അച്ഛനും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ഒരാളാണ് ഞങ്ങളെയെല്ലാം ഇത് പഠിപ്പിച്ചത്. ദാ, ഈ ഔഷധപാനീയം കുടിച്ചാൽ മതി, എല്ലാ അസുഖങ്ങളും പമ്പ കിടക്കും, ക്ഷീണവും. ആണോ? എങ്കിൽ എനിക്കിത് വേണം. കാരണം എൻ്റെ തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. മാത്രമല്ല, ആ ആരോണിൻ്റെ അച്ഛനെ ഞാൻ ഇടയ്ക്ക് കളിയാക്കാറുണ്ടെന്ന് അയാൾ പറയാറുമുണ്ട്. അങ്ങനെ ഞങ്ങൾ 1 വർഷത്തോളം ആ ഗോത്രവർഗ്ഗക്കാരുടെ കൂടെ കഴിഞ്ഞു. ആറ്റോ കൊണ്ടുവന്നു കൊടുത്ത ആ ഔഷധപാനീയം വാൾട്ടർ കുടിക്കുന്നത് ദിനം പ്രതി പതിവാക്കി. ആരോൺ, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തരാം. എൻ്റെ കൂടെ വരാമോ? തീർച്ചയായും. നീ മിടുക്കനാണ് ആറ്റോ. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ വേലിക്കകത്താണോ നീ ആ പറഞ്ഞ കാര്യമുള്ളത്? ആരോണിനെ ഒന്നും ചെയ്യരുത്. വരൂ ആരോൺ. ഹേയ് ആരോൺ, എൻ്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? ഇനി ഞാൻ നിൻ്റെ അച്ഛനെ കളിയാക്കിയെന്ന് മാത്രം നീ പറയരുത്, പ്ലീസ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വാൾട്ടർ. ഇത് മാർലോയും ഗൺപേ ഇക്കാര്യം ആണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അവരിവിടെ വന്നിട്ടുണ്ടായിരിക്കണം. യെസ്, അത് ശരിയായിരിക്കും. ശരിയാണ്. കാരണം അല്ലെങ്കിൽ ആറ്റോ നമ്മളെ ആകാശത്തു നിന്ന് വന്ന മനുഷ്യർ എന്ന് വിളിക്കില്ലല്ലോ. അവരും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കണം. വാൾട്ടർ, എൻ്റെ തല വേദനിക്കുന്നുണ്ട്. യെസ് യെസ്, എനിക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ആരോൺ. ഞാൻ കാണുന്നുണ്ട്. ആ ചുമർ ചിത്രത്തിൽ കണ്ട യഥാർത്ഥ ദൃശ്യം എനിക്കിപ്പോൾ കാണാം. പണ്ട് ഈ ദ്വീപ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമായിരുന്നു. സ്കൾ ക്രോളർമാർ എന്നറിയപ്പെടുന്ന പല്ലികളെ പോലുള്ള ഭീകരജീവികൾ കടന്നു വരുന്നതോടുകൂടിയാണ് ഇവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അത് കോങ്ങിൻ്റെ പൂർവികരും ഈ വറ്റകളും തമ്മിലുള്ള യുദ്ധത്തിലാണ് കലാശിച്ചത്. ഈ വറ്റകൾ ഭൂമിക്കടിയിൽ നിന്നാണ് വന്നത്. ഇവർ വരുന്നതിന് മുമ്പ് വരെ ആ ഐലൻഡ് ഒരു സ്വർഗമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഐവികൾക്കറിയില്ല. കാരണം ഇവിടെ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ആരോൺ, നിൻ്റെ അച്ഛൻ ഇവിടെ വന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ മാത്രമേ കുഴിച്ചു നോക്കിയിട്ടുള്ളൂ. എന്തായാലും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. നാളെ ഈ ഐവികൾ നമ്മളെ ഒരു തീർത്ഥാടനത്തിന് കൊണ്ടുപോകും. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിക്കാൻ സാധിക്കും. മാത്രമല്ല, നമുക്ക് ഒരാളെ കാണാൻ സാധിക്കും. തീർച്ചയായും. അത് മറ്റാരുമല്ല, കോങ്. വൈകുന്നേരങ്ങളിൽ ഞാൻ ഐവി ഗോത്രവർഗ്ഗക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും കാണാറുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ വാൾട്ടറും മിക്കപ്പോഴും ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അയാൾ ആ ഗോത്രത്തിലുള്ളവരെ പോലെ ആടുകയും പാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞാനതെല്ലാം കുറേ സമയം നോക്കി നിന്നു. എന്താണ് അരുൺ ചിന്തിക്കുന്നത്? ഞാൻ സെജുഡോയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അയാൾ എവിടെയെങ്കിലും സുരക്ഷിതനായിരുന്നാൽ മതിയായിരുന്നു. ആ വിമാനം ഇടിച്ചിറങ്ങിയിരിക്കുന്ന ഇടങ്ങളിൽ മുഴുവൻ ഭീകരജീവികളാണെന്നല്ലേ വാൾട്ടറിൻ്റെ പ്രവചനം? അയാൾ കണ്ടമാനം മദ്യപിക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് പല കാര്യങ്ങളും കാണുന്നതും തോന്നുന്നതുമൊക്കെ. അയാൾ വലിയ പ്രവാചകനാണെന്നാണ് അയാളുടെ വിചാരം. പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും ജെസൂഡോയെ കണ്ടുപിടിച്ചേ പറ്റൂ. അതെന്ത് പ്രതിസന്ധികളെ തരണം ചെയ്താണെങ്കിൽ പോലും.